ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. അത്തരം ചർച്ചകൾ വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗമുണ്ടെന്നും 100 സീറ്റ് സാധ്യതയുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട, തങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റ് അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അസ്ലം, ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് മുനവർ അലി തങ്ങൾ പറയുമ്പോഴും ഇപ്പോൾ അത്തരം ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന മറുപടിയാണോ കുഞ്ഞാലിക്കുട്ടിയുടേത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ അത്തരം ചർച്ചകളിലേക്ക് കടക്കാൻ ലീഗ് താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല കോൺഗ്രസും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം തന്നെ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്നുള്ള, അതിന് എലിജിബിൾ ആണെന്നുള്ള കാര്യം ലീഗ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് പുനർവലി തങ്ങളുടെ വാക്കുകളിലുള്ളത്. കാരണം നേരത്തെ CH ആണെങ്കിലും മറ്റു നേതാക്കളും ഉപമുഖ്യമന്ത്രി സ്ഥാനം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് UDFിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ അത്തരമൊരു സ്ഥാനം ആവശ്യപ്പെടാനുള്ള അർഹതയുണ്ട് എന്ന് സ്ഥാപിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ ഇതിലേക്ക് ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. എന്നാലും മന്ത്രിസഭ UDF അധികാരത്തിൽ വരികയും മന്ത്രിസഭാ രൂപീകരണത്തിൽ പോവുകയും ചെയ്യുമ്പോൾ അത്തരം ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം UDFിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ടക്കം ജില്ലകളിൽ UDFിന്റെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണമായി പ്രവർത്തിച്ചത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് അവർ ടീം UDF എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് ലീഗുമായുള്ള അവരുടെ ബന്ധത്തെ അവർക്ക് കുറച്ച് കാണാൻ കഴിയില്ല. എന്തായാലും അത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നത് ഒരു കൂടി പശ്ചാത്തലത്തിലായിരിക്കും. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എത്ര സീറ്റായിരിക്കും കോൺഗ്രസ് ഉണ്ടാവുക, എത്ര സീറ്റായിരിക്കും ലീഗ് ഉണ്ടാവുക, ആ ഒരു കൂടി പശ്ചാത്തലത്തിലായിരിക്കും അത്തരം ചർച്ചകളിലേക്ക് കടക്കുക. എന്തായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉന്നയിക്കാനുള്ള അർഹതയുണ്ടെന്ന് ലീഗ് പറഞ്ഞു വെക്കുന്നു. അതേസമയം തന്നെ ഇപ്പോൾ താൻ ലീഗ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ചർച്ച വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നില്ല. അതേസമയം അത് പൂർണ്ണമായി അവകാശവാദം ഉന്നയിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരികയും മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിലേക്ക് കടക്കും ചെയ്യുമ്പോഴായിരിക്കും ലീഗ് അക്കാര്യം തീരുമാനമെടുക്കുകയും ആ കാര്യം ഉന്നയിക്കുകയും ചെയ്യുക. എന്തായാലും അത്തരമൊരു സാധ്യത അല്ലെങ്കിൽ ഉന്നയിക്കാനുള്ള സാധ്യത ഇപ്പോഴും രാഷ്ട്രീയ അല്ലെങ്കിൽ UDFിനകത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി.